السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ വളരെ വിലപ്പെട്ട വളരെ പ്രസക്തമായ ഒരായത്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. സത്യവിശ്വാസികളുടെ ചിന്തയും നിരന്തരമായ അവരുടെ പ്രതീക്ഷയുമെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാകുന്നു എന്ന് പഠിപ്പിക്കുകയും ആ കാരുണ്യത്തിൻ്റെ ഉള്ളടക്കത്തെ മനസ്സിലാക്കി ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യാനാണ് സത്യവിശ്വാസി പഠിക്കേണ്ടത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ദുരന്തങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ പൂർണ്ണമായി അങ്ങനെ ജീവിച്ചു പോകാം എന്നൊന്നും വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നില്ല. ചരിത്രവും കാലവും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതും നിരന്തരമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ടു തന്നെയാണ് മനുഷ്യകുലം ഈ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നതാണ്. അവിടെ വിശ്വാസികളും അവിശ്വാസികളും എന്നൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും പലപ്പോഴും വലിയ ദുരിതങ്ങൾ, അത് ഭീകരമായും അല്ലാതെയുമുള്ള ദുരിതങ്ങൾ, ആ ദുരിതങ്ങൾ സ്വാഭാവികമായും മനുഷ്യന് സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിനർത്ഥം അവർക്കുമേൽ കാരുണ്യവാനായൊരു പടച്ചവനില്ലെന്നോ അങ്ങനൊരു പടച്ചവന് തീരെ കരുണയില്ലാതെ പെരുമാറുന്നുവെന്നോ അല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ കാരുണ്യവാനായ പടച്ചവൻ തന്നെ അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്തരം വലിയ പ്രതികൂലമായ ജീവിത കാലാവസ്ഥകൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തരില്ലായിരുന്നു. ആ മുന്നറിയിപ്പുകൾ പലതരത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും നൽകിയിട്ടുണ്ട്. വിശ്വാസമില്ലാതെ പോകുമ്പോഴുണ്ടായിത്തീരുന്നതിനെയും കുറിച്ചും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതായത് വിശ്വാസികൾക്ക് അങ്ങനെ തീരെ ദുരിതങ്ങളില്ലാതെ ജീവിച്ചു പോകാമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി, പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ ജീവിതത്തെ സുഗമമായി കൊണ്ടുപോകും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ എത്രയോ ആയത്തുകൾ, ഈ ആയത്തുകളെയുടെ ഒരു ഘോഷയാത്ര എന്ന് പറയാവുന്ന വിധം ഖുർആനിൽ നിരന്തരം നമുക്ക് കാണാൻ സാധിക്കും. അത് മുഴുക്കെ ഇവിടെ പറയാനുള്ള സമയപരിധി വല്ലാതെ ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടെയാണ് ഖുർആൻ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ചാണ്. വിശ്വാസി നേരിടേണ്ടി വരുന്ന ചില വലിയ വലിയ അർത്ഥത്തിലുള്ള പീഠപർവങ്ങളെക്കുറിച്ചും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. അല്ലാഹു ഇങ്ങനെയും കൂടി ചോദിക്കുന്നുണ്ടല്ലോ, അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന,
നിങ്ങൾ അങ്ങനെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങൾ അങ്ങനെ പ്രവേശിക്കുമെന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയിട്ടുള്ള സമൂഹങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ സംഭവിക്കാതെ അവർ നേരിട്ട് പോയിട്ടുള്ള എത്രയോ വലിയ വലിയ പീഡനങ്ങളുടെ, ദുരിതങ്ങളുടെ, വിശപ്പിൻ്റെ, ആഴമില്ലാത്ത നിരന്തരമായ ദുരിതാനുഭവങ്ങളുടെ എല്ലാത്തിൻ്റെയും ചരിത്രത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ചോദ്യം. വലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളുടെ അവർക്ക് സംഭവിച്ചിട്ടുള്ള മഹാദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും അനുഭവിക്കാതെ അങ്ങനെ സുഗമമായി അങ്ങനെ പോകാം എന്ന് വിചാരിക്കുന്നുവോ? മസ്സത്തുഹുമുൽ ബഅ്സാഉ വല്ലറാ, അവർക്ക് കഠിനമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ദാരിദ്ര്യമുണ്ടായി, വിശപ്പുണ്ടായി, ചിലപ്പോൾ പ്രകൃതി തന്നെ എന്ന് പറയുന്ന നമ്മൾ കാണുന്ന പ്രകൃതിയുടെ വലിയ വലിയ അർത്ഥത്തിലുള്ള ദുരന്തങ്ങളുണ്ടായി. വിശ്വാസികൾ എന്ന നിലയിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും മറുഭാഗത്തു നിന്നുണ്ടാകുന്ന ദുരിതങ്ങളുടെ മുമ്പിലും പീഡനങ്ങളുടെ മുമ്പിലും വിറകൊണ്ടുപോയ സന്ദർഭങ്ങളുണ്ടായി, വിറകൊണ്ടുപോയ സന്ദർഭങ്ങൾ. അതാണ് ഖുർആന്റെ ഈ വർത്തമാനത്തിൽ തന്നെ പറയുന്നു, വസുൽസിലു എന്നാണ്. വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹ്, അവർ വിറകൊള്ളപ്പെട്ടു, അവർ വല്ലാതെ വിറച്ചുപോയി. അത്ര ഭീകരമായിരുന്നു അവർക്കു നേരെയുണ്ടായിരുന്ന ദുരിതങ്ങൾ, പീഡനങ്ങൾ. വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹ്, അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും അതോടൊപ്പം തന്നെ ഈ വിശ്വാസികളുടെ നേതാവാകുന്ന പ്രവാചകനും, അതേതു കാലത്തെയും പ്രവാചകന്മാർ, സയ്യിദുനാ ഹസ്രത്ത് മൂസ നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങി ഓരോരുത്തരെയും ഞാനതെല്ലാം പറയല്ല. അതായത് പ്രവാചകന്മാർ, വല്ലദീന ആമനു മഅഹ്, അവരോടൊപ്പം ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ, അവരൊക്കെ ചോദിച്ചു, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ ഇനി അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക? അപ്പോൾ അള്ളാഹു പറയുന്നു, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം വളരെ സമീപസ്ഥാണ്. ഈ സമീപസ്ഥമാണെന്നുള്ള വർത്തമാനം കേൾക്കുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇന്ന പിന്നെ അടുത്ത സെക്കൻഡിൽ അങ്ങ് കിട്ടിക്കൂടെയെന്ന്. അങ്ങനെയല്ല. ഈ കാലദേശങ്ങളെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ അനുമാനം എന്തെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഈ മനുഷ്യൻ, ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യൻ, വലിയ വെല്ലുവിളികളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഇത് പറയുമ്പോൾ ആലോചിച്ചു പോകുന്നത്, വയനാടുണ്ടായ ദുരന്തം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വാക്കുകൾ വിറകൊണ്ടുപോയത് കൊണ്ട് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാനെന്നെൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു. വിറകൊണ്ടുപോകും ചിലപ്പോഴൊക്കെ. അതാണല്ലോ വസുൽസിലു എന്ന് പറഞ്ഞത്. വിശ്വാസി സമൂഹം വിറച്ചുപോയി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ചിലയിടത്ത് ഇങ്ങനെ കൂടി പറഞ്ഞു, നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് നിങ്ങളുടെ ഭയം കടന്നു വന്ന നേരം എന്ന് പറഞ്ഞു ഖുർആൻ. വതളുന്നൂന ബില്ലാഹി ളുനൂൻ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെയോ മോശം വിചാരങ്ങളിലേക്ക് പോലും പോയ ഒരവസ്ഥ പോലും നിങ്ങൾക്കുണ്ടായി എന്ന് ഖുർആൻ തന്നെ പറയുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിതമായിട്ടുള്ള അതിൻ്റെ ഭദ്രതയെ ചോദ്യം ചെയ്യുന്ന വിധം നിങ്ങളുടെ മനസ്സ് അള്ളാഹുവിനെ കുറിച്ചുള്ള സംശയങ്ങൾ ആലോചിച്ചു പോയ നേരം എന്ന് അള്ളാഹു പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ പലപ്പോഴും വേണ്ട പോലെ ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അത് പലപ്പോഴും വിറകൊണ്ടുപോയ വാക്കുകൾ എവിടെയൊക്കെയോ നിന്നുപോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായി. അത് ലോകത്ത് സ്വാഭാവികമായും മനുഷ്യന് സംഭവിക്കുന്നൊരു കാര്യമാണ്. ആ ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും നമുക്ക് അസഹ്യമാണ്. പക്ഷെ അതിനിടയിലും ചില ആളുകൾ ചെന്ന് പറയുന്നു, അവിടെ പടച്ചോന് കാരുണ്യം. അങ്ങനെ ഒരു പടച്ചോൻ ഉണ്ടായോ? അങ്ങനെ ഒരു പടച്ചോൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതാണ് ഞാൻ പറയാൻ കാരണം. ഇതൊന്നും നേരത്തെ പറയാത്ത വിധം നിങ്ങളിതാ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹ വർഷങ്ങളുടെ സുഗമമായ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ തരത്തിലും സുഖിച്ചു ജീവിച്ചോളൂ വിശ്വാസികളെ എന്ന് പറഞ്ഞ ഒരു മതമല്ലല്ലോ ഇസ്ലാം. ഏത് കല്ലും ഏറ്റവും കൂടുതൽ കൊള്ളപ്പെടുന്നത് നമുക്ക് നേരെയാണല്ലോ. മറ്റാർക്കും ഇതിലൊന്നും ബാധ്യതയില്ലല്ലോ. അതങ്ങോട്ടും ഇങ്ങോട്ടും പറയാലോ. ഇത് ഒരു സ്ഥലത്തേക്കും പറയാനാവില്ല, ഇങ്ങനെ തന്നെ പറയാനാവും.
കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ തന്നെ പറയാൻ കഴിയൂ എന്ന് വരച്ചു കൃത്യമായി പറഞ്ഞു വെക്കാൻ ധൈര്യം കിട്ടുന്ന വിധം ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പരിശുദ്ധ വചനങ്ങളാണെന്ന് സുദൃഢാം വിശ്വസിക്കുകയും അങ്ങനെ തന്നെ വ്യക്തമാക്കപ്പെടുകയും ചെയ്ത ഒരു ദീനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു അനുഭവങ്ങളുടെ ലോകം മുൻഗാമികൾക്കുണ്ടായിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നില്ലല്ലോ. അങ്ങനെ ഒരു അനുഭവങ്ങളുടെ ലോകം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഖുർആന്റെ പക്ഷം. എന്നല്ല, ഇങ്ങനെ കൂടി അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന കാര്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് ചെയ്തത്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബുലുവന്നകും, ആ പ്രയോഗം തന്നെ അറബി ഭാഷയുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ വ്യാകരണശാസ്ത്രം അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാനാകും. അതൊരു നിശ്ചിത ബുദ്ധിയോടുകൂടെ പറയാണ്. വലനബുലുവന്നക്കും, നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു സംശയത്തിനിടയില്ലാതെയാണ് പടച്ചോൻ പറയുന്നത്. വലനബുലുവന്നക്കും, നിങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം, അല്ലാഹു പറയാൻ വലനബുലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, ചിലപ്പോൾ വലിയ ഭയം. ആ ഭയമാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ അനുയായികൾക്കുണ്ടായിരുന്നതെന്നാണ് ഖുർആൻ പറഞ്ഞത്. വസുൽസിലു, അവർ വിറകൊള്ളപ്പെട്ടു, അവർ ഭയന്നുപോയി. എങ്ങനെ ഈ സത്യസന്ദേശം മുഴക്കാനാകും എന്ന പേടിയോടുകൂടെ നിന്നുപോയി. ആർത്തലച്ചു വരുന്ന സഖ്യമുന്നണി എന്ന് പറയപ്പെടുന്ന അഹ്സാബ്, ആ യുദ്ധത്തിന്റെ മുമ്പിലാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വതളുന്നൂന ബില്ലാഹിൽ ളുനൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പോലും മോശം വിചാരമുണ്ടാകും വിധം ശത്രുപക്ഷത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു വലിയൊരു ആഗമനം കണ്ടപ്പോൾ നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് ഭയം തിങ്ങി നിറഞ്ഞു വന്ന ഒരു സന്ദർഭമുണ്ടായി എന്ന് ഖുർആൻ പറയും. അത് മദീനയിലെ മഹാന്മാരായ സ്വഹാബാക്കളോടാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച്, ഏതു തരത്തിലുള്ള പരീക്ഷണവും ഉണ്ടാകാം. മിനൽ ഖൗഫി വൽ ജൂഇ വനഖസി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി, അത് വിശപ്പാവാം, മനുഷ്യന്റെ നഷ്ടമാവാം, അതായത് ജീവന്റെ നഷ്ടമാവാം, അതുപോലെ തന്നെ ഫലങ്ങൾ, കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു പോകാം, എല്ലാം നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ അവിടെ അള്ളാഹു പറഞ്ഞു വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കാൻ കഴിയണം. ക്ഷമയാണ് പ്രധാനം. എത്ര അനുഭവങ്ങളാണ് മുഹമ്മദ് മുസ്തഫക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ പീഡനങ്ങളുടെ വേദന സഹിക്കേണ്ടി വന്ന ഒരാളുടെ പേര് ലോക ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാനാവുമെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അനുഭവങ്ങൾ, വിശപ്പിൻ്റെ കഠിന വിശപ്പ് കൊണ്ട് തൻ്റെ വയർ കല്ല് വച്ചു കെട്ടിയിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ ഇങ്ങനെ കാണാം, ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസുലു സിൽസാലൻ ശദീദ, സത്യവിശ്വാസികൾ ഇങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്, വിറച്ചു പോകപ്പെടാറുണ്ടവർ എന്ന് പറയുന്നിടത്ത് വലിയ വിശപ്പ്, വലിയ ഭീകരമായ വിശപ്പ്. ഒരിക്കൽ മദീനയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് വെച്ച് കെട്ടിരിക്കാൻ, എന്നിട്ട് ആ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണുന്നു. സിദ്ദീഖ് ചോദിച്ചു, മാ അഖ്റജക യാ റസൂലല്ലാഹ്, എന്തേ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നത്? വീട്ടിൽ കിടക്കാൻ കഴിയാത്ത വിധം ഇങ്ങനെ പുറത്തൂടെ നടക്കാൻ എന്തേ കാരണം? അപ്പോൾ പറഞ്ഞു, അൽ ജൂ, വിശപ്പാണ്. വിശന്നിട്ട് കിടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ സർവാധികാരങ്ങളും കയ്യിലുള്ളപ്പോൾ ഒന്ന് വിരൽ ഞൊടിച്ചാൽ സകല സൗഭാഗ്യങ്ങളുടെയും കനകകൂമ്പാരങ്ങൾ തൻ്റെ കാൽക്കീഴിൽ വച്ചു തരാൻ അനുയായികൾ മത്സരിക്കും വിധം ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ, ആ മഹാമനുഷ്യനാണ് പറയുന്നത് അൽ ജൂ, വിശപ്പാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ, അഖ്റജനീ മാ അഖ്റജക്, അങ്ങേ വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്തോ അതുതന്നെയാണ് എന്നെയും പുറത്താക്കിയത്.
അങ്ങക്ക് വിശപ്പ് സഹിക്കാനാവാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നുവെങ്കിൽ അതുതന്നെയാണ് നബിയെ എൻ്റെയും പ്രശ്നം. ഒന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത വിധം വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് എനിക്ക് പുറത്തു വരേണ്ടി വന്നു. നബിയെ അങ്ങയെ കാണേണ്ടി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ദുരിതപർവങ്ങൾക്കിടയിൽ നിന്ന് അതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നുമെങ്കിൽ അതിനേക്കാളും ഭീകരമായ ഒട്ടേറെ നിമിഷങ്ങൾ കണ്ട ഒരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ പൊന്നുമക്കളുടെ ഖബറടക്കം നടത്തിയ ഒരു പിതാവാണ് മുഹമ്മദ് മുസ്തഫ. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായ ഭാര്യയുടെ ഖബറടക്കം നടത്തിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. തൻ്റെ പോറ്റുമ്മയുടെ ഖബറടക്കം നടത്തിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ കുഞ്ഞുനാളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ഉമ്മയും കൂടി തൻ്റെ പിതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ മദീനത്തു ഷരീഫയിൽ ചെന്നിട്ട് തിരിച്ചു പോരുമ്പോൾ അഷ്റഫുൽ ഖൽക്കിൻ്റെ ചാരയാണ് അബ്ദുള്ളയും റളിയല്ലാഹു അൻഹു. പിതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്ത് പോരുന്ന ഉമ്മയും മോനും 6 വയസ്സ് തികയാത്ത കുഞ്ഞുമോൻ. അതാണ് അബ്ഹായിൽ വച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട മാതാവ് ലോകത്തോട് വിട പറയുമ്പോൾ ഈ ഭൂമിയുടെ ഈ ജീവിതത്തിൻ്റെ വഴിയറിയാതെ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങളൊന്ന് നോക്കൂ. അങ്ങനെ ജീവിതത്തിൻ്റെ പീഡനങ്ങളുടെയും ദുരിതങ്ങളുടെയും നൈരന്തര്യങ്ങളിലൂടെ കടന്നുപോയ ഒരാൾ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ കഴിയുക. അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ക്ഷമിക്കുന്നതാണ് നന്ദി ചെയ്യുന്നതിനേക്കാളും വലുതാണ് ക്ഷമ. ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് കിട്ടുമ്പോൾ അൽഹംദുലില്ലാ നല്ലതാണ്, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്യുമ്പോൾ നാം നിങ്ങൾക്കത് വീണ്ടും വീണ്ടും അധികരിപ്പിച്ചു തരുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ നന്ദി ഈ അനുഗ്രഹങ്ങളുടെ മീതെ ലഭ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസത്തിൻ്റെ വാക്കാണ്. പക്ഷെ അതിനേക്കാൾ വലുതെന്താണ്? കൊടുങ്കാറ്റ് പിടിക്കുന്ന പീഡനങ്ങളും ദുരിതങ്ങളും നിൽക്കുന്ന നേരത്ത് ആ സമയത്ത് അള്ളാഹുവെ നിന്റെ മുമ്പിൽ ക്ഷമിച്ചു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന വിശ്വാസ്യദാർഢ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മിൻ അഫ്ളലി മാ ഉതീതും അൽ യഖീനു വ അസീമത്തു സബ്ർ. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും നല്ല ഓഹരി എന്താണെന്നോ? നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടതിൽ ഏറ്റവും നല്ല അനുഗ്രഹം, ആ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് അസീമത്താണ്. ഏത് കൊടുങ്കാറ്റ് പിടിച്ച നേരത്തും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിലുള്ള വിശ്വാസത്തിന് ഒരു തരത്തിലുള്ള ചലനവും സംഭവിക്കാത്ത വിധം അങ്ങനെ ആ നിശ്ചയദാർഢ്യത്തോടുകൂടെ നിൽക്കാൻ കഴിയുന്ന മനോദാർഢ്യമാണ് നിങ്ങൾക്ക് അള്ളാഹു തന്ന വലിയ അനുഗ്രഹം. അതാണ്. അതെവിടെയെങ്കിലും വെച്ച് പോകുമോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകൾ ചില സമയത്ത് അള്ളാഹുവിനെ അങ്ങ് വല്ലാതെ ആരാധിക്കും. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. ചെറിയൊരു തെല്ലിൽ നിന്നാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. എന്താണ് ഈ തെല്ല്? ചെറിയൊരു അരികിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ. ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി. അവർക്ക് അള്ളാഹു നന്മ ചെയ്തു കൊടുക്കുന്ന നേരം ഫഇൻ അസാബഹു ഖൈറുൻ, നല്ലതൊക്കെ അയാൾക്ക് വരുമ്പോൾ ഇത്മഅന്ന ബിഹി, അതിൽ വലിയ ആശ്വാസവും സമാധാനവും കൊണ്ടങ്ങനെ അങ്ങ് പോവും. അപ്പോൾ അവൻ പറയും, അക്രമനീ, പടച്ചോനെ ബഹുമാനിച്ചിരിക്കാൻ. അക്രമനി, എന്നെ അള്ളാഹു ബഹുമാനിച്ചിരിക്കാൻ. ഹി ഓണേർഡ് മീ, അള്ളാഹു എന്നെ ബഹുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വലിയൊരു ഓണറബിൾ പേഴ്സണാലിറ്റിയാണ്, വലിയ സംഭവമാണ്. പക്ഷെ അള്ളാഹു ഒരൊറ്റ പിടുത്തം എവിടെയെങ്കിലും ഒന്ന് പിടിച്ചുറങ്ങുമ്പോഴോ അഹാനനീ, എന്നെ ആകെ നിസ്സാരപ്പെടുത്തി, എന്നെ ആകെ അപമാനിച്ചു ഒന്നും അയാൾ തന്നെ പറയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അവൻ ആരാധിക്കുമ്പോൾ ഒരു തരം വിശ്വാസത്തിൻ്റെ തെല്ലിൽ നിന്നാണ് ആരാധന. നല്ലത് കിട്ടുമ്പോൾ ഇത്മഅന്ന ബിഹി, അപ്പോൾ വലിയ സന്തോഷവും ആശ്വാസവും. എന്നാലോ ഫഇൻ അസാബതുഹു ഫിത്നത്തുൻ, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ദുരന്തങ്ങളോ വന്നു ഭവിച്ചാൽ ഇൻഖലബ അലാ വജ്ഹിഹി, മുഖം കുത്തി അങ്ങ് വീഴും. അപ്പോൾ പിന്നെ എന്താ മനസ്സ്? ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഞാൻ സ്വതക്ക ചെയ്തിരുന്നില്ലേ, ഞാൻ നമസ്കരിച്ചിരുന്നില്ലേ, ഞാൻ വലിയ കാര്യമായി ആരാധനകളുടെ സൽക്കർമ്മങ്ങളുടെ വഴിയെ തന്നെ നടന്നില്ലേ, എന്നിട്ടും എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആ ചോദ്യം, ആദ്യം ചോദിക്കേണ്ട ചോദ്യം
ചോദിക്കേണ്ടിയിരുന്ന ഒരാൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലല്ലേ, എല്ലാ സഹായങ്ങളും അതേ അർത്ഥത്തിൽ ലഭ്യമാകേണ്ട ആളല്ലേ, പിന്നെ എന്തിന് അവിടുത്തെ കരളിൻ്റെ കഷ്ണമായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട അവിടുത്തെ പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും വലിയ വേദനയുണ്ടായ എത്ര മുഹൂർത്തങ്ങൾ. പരിശുദ്ധ റസൂലിൻ്റെ പിതൃവ്യൻ്റെ ശരീരത്തിൽ നിന്ന് അവിടുത്തെ കരളെടുത്ത് ചവച്ചു തുപ്പിയിട്ട് ആ പരിശുദ്ധ ശരീരത്തിൻ്റെ വികൃതമായ ഭാവം കാണുമ്പോൾ വിങ്ങി പൊട്ടി നിൽക്കുന്ന ഒരു റസൂലിനെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനി അതുപോലെ തിരിച്ചും മറുഭാഗത്തെ മൃതദേഹങ്ങളെയും ചെയ്തേക്കൂ എന്നൊരു വാക്ക് പറയുമ്പോൾ അപ്പോഴേ വന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കൽപ്പന, ഓ പ്രവാചകരെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും ശരിയാണ്, അങ്ങക്ക് അത്രമേൽ അസഹ്യമാണ് ഈ സംഭവം, ഈ മുഹൂർത്തം, ഈ കാഴ്ച എന്നത് സത്യമാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങ് ക്ഷമിച്ചാൽ അതാണ് ഖൈറെന്ന് പറയുമ്പോഴേക്കും ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ അത് പറയുന്നുണ്ട്. ഞാൻ ആയത്തിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം തൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ, പിന്നെ ആ പിതൃവ്യ ഘാതകൻ പുണ്യനബിയുടെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ട് പോലും വഹ്ശി, എൻ്റെ മുന്നിലൊന്നും നടക്കരുതേ, എൻ്റെ മുന്നിൽ എപ്പോഴും വരരുതേ. അങ്ങനെ വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് വല്ലാതെ ഹംസയെക്കുറിച്ച് ആലോചിച്ചു പോകുന്നു. എന്തെങ്കിലും മനസ്സിൽ ആലോചിച്ചു പോയാൽ, ഞാൻ എന്തെങ്കിലും തരത്തിൽ താങ്കളെക്കുറിച്ചുള്ള ഒരു ദുശ്ചിന്തയിലേക്ക് പോയാൽ അത് താങ്കൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ട് വഹ്ശി, എൻ്റെ മുമ്പിലേക്ക് വരരുതേ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം നിങ്ങൾ, അത്രമേൽ സഹിക്കേണ്ടി വന്നു ഒരാൾ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴെങ്കിലും അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് പുണ്യനബി പറയുന്നത് അസീമത്ത്, നിശ്ചയദാർഢ്യമാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ പ്രധാനമാണ് അസീമത്തു സബ്ർ, ശക്തമായ ക്ഷമ വേണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, യുഅ്താ ബി അഷ്കരി അഹ്ലിൽ അർളി ഫയജ്സിഹി അല്ലാഹു ജസാഅ ശാകിരീൻ. നാളെ പാരത്രിക ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് നന്ദി ചെയ്ത ഒരാളെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അയാൾക്ക് അള്ളാഹു നന്ദി ചെയ്ത മനുഷ്യർക്കുള്ള പ്രതിഫലങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല പ്രതിഫലം അയാൾക്ക് കൊടുക്കും. അതാണ് ഫയജ്സിഹി അല്ലാഹു ജസാഅ ശാകിരീൻ. നന്ദി ചെയ്യുന്നവർ, നന്ദി പ്രകാശനം നടത്തിയ, അള്ളാഹുവിനെ അങ്ങനെ കണ്ട, അങ്ങനെയുള്ള ശാക്കിരീങ്ങളായ ആളുകൾക്ക് കിട്ടേണ്ട പ്രതിഫലങ്ങളെല്ലാം അവർക്ക് നൽകും. വയുഅ്താ ബി അസ്ബരി അഹ്ലിൽ അർള്, എന്നാൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ക്ഷമിച്ചയാളെ കൊണ്ടുവരപ്പെടും. ദുരിതങ്ങളിലൂടെ നടന്നുപോയ മനുഷ്യനെ കൊണ്ടുവരും. ജീവിതത്തിൻ്റെ കനൽപദങ്ങൾ താണ്ടിയവനെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കും. ഫയുഖാലു ലഹു, എന്നിട്ട് ചോദിക്കപ്പെടും, അതർലാ നജ്സിയക കമാ ജസൈന ഹാദ ശാകിർ, എന്നെ ഇങ്ങനെ നിരന്തരം നന്ദി ചെയ്ത ഈ മനുഷ്യന് കൊടുത്തതെല്ലാം താങ്കൾക്ക് തന്നാൽ നിങ്ങൾ തൃപ്തിപ്പെടൂലേ? അപ്പോൾ അടിമയോട് ആ ചോദ്യത്തിന് അടിമ തിരിച്ചു പറയും, നഅം യാ അല്ലാഹ്, പടച്ചോനെ ഞാൻ തൃപ്തിപ്പെടും. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, ഫയഖൂലുല്ലാഹു തആല ലഖദ് അൻഅംതു അലൈക ഫശകർത, അതിന് ഞാൻ നിനക്ക് അനുഗ്രഹം ചെയ്തപ്പോഴൊക്കെ നീ എനിക്ക് നന്ദി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടതാണ്. വബ്തലൈതുക, ഞാൻ നിന്നെ പരീക്ഷിച്ചു. ഫസബർത, അപ്പോൾ നീ ക്ഷമിച്ചു. ലഉളഇഫന്ന ലകൽ അജ്ർ, അതുകൊണ്ട് നിനക്ക് ഞാൻ പ്രതിഫലം ഇരട്ടിയാക്കി തരാൻ ഉദ്ദേശിക്കാണ്. ഫയുഅ്താ അദ്ആഫ ജസാഇ ശാകിരീൻ, അങ്ങനെ നന്ദി ചെയ്തവർക്ക് കൊടുത്തതിനേക്കാളും എത്രയോ ഇരട്ടി പ്രതിഫലം ഈ ക്ഷമിച്ചയാൾക്ക് കൊടുക്കും എന്ന്, അങ്ങനെ കൊടുക്കപ്പെടും അയാൾക്ക് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പം ക്ഷമ എന്നത് വളരെ പ്രധാനമാണ്. അത് ശുക്രാണോ പ്രധാനം, ക്ഷമയാണോ പ്രധാനം എന്നതിനെക്കുറിച്ച് വളരെ ദാർശനികമായൊരു ചർച്ച നടക്കുന്നുണ്ട് മഹാനായ ഇമാം ഗസാലിയുടെ ഹിയയിൽ. അതിലാണ് ഇമാം ഗസാലി റഹ്മഹുല്ലാ തങ്ങൾ പറയുന്നത്, ക്ഷമയാണ് കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നന്ദി പറയാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നല്ല സുഖകരമായൊരു ജീവിതം അള്ളാഹു തരുമ്പോൾ അള്ളാഹുവേ നിനക്ക് സ്തുതി, അള്ളാഹുവേ നിനക്ക് സ്തുതി എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ജീവിത പ്രാരാബ്ധങ്ങളുടെ അങ്ങനെ വലിയ വലിയ അർത്ഥത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുമ്പോൾ
ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു തന്നത് അങ്ങനെയുള്ള ആളുകളെയാണ് വബശ്ശിരി സാബിരീൻ, ക്ഷമാശീലരായ ആളുകളോട് പ്രത്യേകം സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണവർ? അവരെക്കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്കൊരു മുസീബത്ത് വന്നാൽ, അവർക്ക് വലിയ വലിയ മുസീബത്തുകൾ, മുസീബത്തിൻ്റെ എണ്ണം പറയുന്നില്ല, തൻ്റെ ഹൃദയപുഷ്പത്തെ എടുത്തുകൊണ്ടുപോയതിനു ശേഷവും അയാൾ പിന്നെ എന്തു ചെയ്യുകയായിരുന്നു എന്ന് മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട്. തൻ്റെ ഹൃദയപുഷ്പം, അങ്ങനെയാണ് അവിടെ ഹദീസിൽ തന്നെ പറഞ്ഞത്. ഹൃദയപുഷ്പം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തൻ്റെ കുഞ്ഞിനെ, തൻ്റെ മകളെ, തൻ്റെ മകനെ, നോവാതെ വളർത്തിയ മകനെ, വേദനിക്കാതെ പരിപാലിച്ചു കൊണ്ടുവന്ന മോനെ, അങ്ങനെ ഒരു മകനെ പിന്നീട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അലംഘനീയമായ വിധിയുടെ ഭാഗമായി അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം മലക്കിനോട് ചോദിക്കും, നീ ആ പിതാവിനെ കണ്ടോ? അയാൾ എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ ആ മലക്ക് പറയും, അള്ളാഹുവേ, അവൻ്റെ ഹൃദയപുഷ്പത്തെ നീ കൊണ്ടുപോകുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാം അള്ളാഹുവിലേക്കാണ് മടക്കം എന്ന് പറഞ്ഞ് അയാൾ സമാധാനിച്ചു എന്ന് പറയുന്ന നേരം അയാൾക്ക് അയാളുടെ വേദനയുടെ പകരമായി സ്വർഗത്തിൽ ഒരു മനോഹരമായ ഭവനം നിർമ്മിച്ചു കൊടുക്കൂ എന്ന് പറയുന്നതായി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആന്റെ ഈ പ്രയോഗം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് മേലാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സ്വലവാത്തുൻ, ധാരാളമായി അള്ളാഹുവിൻ്റെ കാരുണ്യം. ഈ യുക്തിവാദിയുടെ ചോദ്യം അതാണ്, എവിടെ പടച്ചവൻ്റെ കാരുണ്യം? പടച്ചവൻ്റെ കാരുണ്യം കാണാൻ മാത്രമല്ല കണ്ണ് നിനക്കില്ലല്ലോ, അല്ലെങ്കിൽ ഏത് കണ്ണ് വച്ചിട്ടാണ് നീ പടച്ചവൻ്റെ കാരുണ്യത്തെ ദർശിക്കുന്നത്? ത്രികാലജ്ഞാനിയായ പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തിൻ്റെ കേവലം ഒരു ജീവിതം എന്ന് പറയുന്ന ഈ ഭൗതിക ലോകത്തിൻ്റെ കാഴ്ചവട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നിനക്കെവിടെയാണ് സാധിച്ചത്? ശാസ്ത്രം പോലും അങ്ങനെയല്ലേ പറയുന്നുള്ളൂ. ആധുനിക ശാസ്ത്രലോകത്തെ എത്രയോ പ്രഗത്ഭരായ മനുഷ്യർ അവരൊക്കെ പറയുന്നത് അതാണ്. ശാസ്ത്ര സംബന്ധമായിട്ടുള്ള പഠനങ്ങളും അതു സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ പരിമിതികളെയും കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊരു പുസ്തകം എഴുതിയ ഒരു പ്രഗത്ഭനായ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു സയൻസ് ജേർണലിസ്റ്റാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ദ എൻഡ് ഓഫ് സയൻസ് എന്നാണ്, ശാസ്ത്രത്തിൻ്റെ അവസാനം എന്നാണ്. ഫേസിങ് ദ ലിമിറ്റ്സ് ഓഫ് നോളജ് ഇൻ ദ ട്വിലൈറ്റ് ഓഫ് ദ സയൻസ് ഏജ് എന്നാണ്. ഈ ശാസ്ത്ര കാലഘട്ടത്തിൽ വിജ്ഞാനം നേരിടുന്ന വലിയ പരിമിതികൾ എന്നതിനെക്കുറിച്ച് പറഞ്ഞ ജോൺ ഹോഗൻ അദ്ദേഹം പറയാണ്, ഈ ശാസ്ത്രകാരന് ഇത്രേ പറയാൻ കഴിയൂ, സയൻറ്റിസ്റ്റ് ക്യാൻ ഓൺലി ഗസ് അറ്റ് ദ കോസ് ഓഫ് ഇൻഡിവിജ്വൽ ഈവൻറ്റ്സ് ആൻഡ് കനോട്ട് പ്രഡിക്റ്റ് ദം വിത്ത് എനി അക്യുറസി. അത്ര കൃത്യമായി ഒന്നും പറയാൻ അവർക്ക് കഴിയില്ല. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും ഇന്നാണ് കാരണങ്ങൾ, അത് ശരിയാണ്. പക്ഷെ അതിനു മുമ്പ് അവർ പറയുന്നതോ അക്യുറേറ്റ് അല്ല. പ്രവചിക്കാം, മഴ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയണ പോലെ തന്നെ അക്യുറേറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല ഒന്നും. അപ്പോൾ ആ അക്യുറസി ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് നാം ശാസ്ത്രത്തെ അതുകൊണ്ട് നിരാകരിക്കുന്നു എന്നല്ല അതിനർത്ഥം. അത്രേ പറ്റൂ എന്നുള്ള ബോധം ഉണ്ടാകണം, അത്രേ പറ്റൂ. അത് എല്ലാവരും പറഞ്ഞതാണ്. വളരെ പ്രഗത്ഭരായ ആധുനിക ശാസ്ത്രകാരന്മാരൊക്കെ പറഞ്ഞതാണ്. അവർ പ്രസന്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിയാലിറ്റി ഈസ് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞു പെൻറോസ്. നമ്മൾ ഈ കണ്ടെത്തിയതൊക്കെ വളരെ പരിമിതമാണ്. ഇനി നമ്മൾ പറഞ്ഞതോ അതെല്ലാം കൂടി യുക്തിഭദ്രമാണെന്ന് പറയാനാണെങ്കിൽ അതുപോലും അല്ല എന്ന് പറയുന്നു അദ്ദേഹം. ലോജിക്കലി ഫ്ലോഡ്, യുക്തിഭദ്രല്ല, വെൽ മിസ്റ്റീരിയസ്, ഒരുപാട് വലിയ വലിയ പിന്നെ രഹസ്യങ്ങളുടെ കലവറയാണ് ഈ ഭൂമി. അനന്തമജ്ഞാതം അവർണ്ണനീയം, ഇത് അജ്ഞാതമാണ്, അവർണ്ണനീയമാണ്. ഈ ഭൂമിയെ, ഈ ആകാശത്തെ, ഇതിനെയൊക്കെ കുറിച്ച് ആലോചിച്ചാൽ അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. മലയാളത്തിലെ വളരെ പ്രഗത്ഭനായ നാലപ്പാട്ട് നാരായണ മേനോൻ കണ്ണുനീർ തുള്ളിയിൽ എഴുതിയതാണിത്.
അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം ഒരു തിരിയുന്ന മാർഗം. അതിലെങ്ങാണ്ടൊരിടത്തിരിക്കുന്ന മർത്യൻ എവിടെ ഇരുന്നിട്ട് മനുഷ്യൻ ഈ ഭൂമി മാത്രമല്ല ഈ പ്രപഞ്ചത്തെയൊക്കെ കുറിച്ച് വലിയ വർത്തമാനം പറയാൻ, വലിയ വർത്തമാനം. അവൻ പടച്ചവനേക്കാൾ വലിയ വർത്തമാനം പറയുന്നതാണ്. എന്തു കണ്ടിട്ടാണ് നീ ഇത് പറയുന്നതെന്ന് ഞാൻ പറയുന്നത് വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും മാത്രം അടിസ്ഥാനത്തിലല്ല, ആധുനിക ശാസ്ത്രത്തിൻ്റെ സകലമായ ഡാറ്റകളുടെയും അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അവർ സമ്മതിച്ചു പറയുന്നു, എല്ലാം കണ്ടെത്തിയെന്നൊന്നും നമുക്ക് വിചാരമില്ല, എല്ലാം അറിഞ്ഞു എന്ന് വിചാരമില്ല. എന്നാലോ എല്ലാം അറിഞ്ഞില്ലെങ്കിലും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് അവർ അത്ഭുതത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം കൃത്യട്ടോ ഇത്. അങ്ങനെയാണെങ്കിൽ ആരോടോ ഈ കൃത്യത ഉണ്ടാക്കിയത്? ആ കൃത്യത ഉണ്ടാക്കിയതിൻ്റെ പേരല്ലേ പടച്ചവൻ. സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ ദ ഗ്രാൻഡ് ഡിസൈൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ പ്രധാനമായി അതിൻ്റെ 111-ാമത്തെ പേജ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അത് ഐൻസ്റ്റീനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ദ മോസ്റ്റ് ഇൻകോംപ്രിഹെൻസിബിൾ തിങ് അബൌട്ട് ദ യൂണിവേഴ്സ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് കോംപ്രിഹെൻസിബിൾ. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമസ്യ, ആ സമസ്യ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മനസ്സിലാക്കാൻ പറ്റുന്ന ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ്. കോംപ്രിഹെൻസിബിളാണ്. അത്രമേൽ സമഗ്രമായ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞിട്ട്. ഇതേ സ്റ്റീഫൻ ഹോക്കിംഗ് അതിൻ്റെ ഈ പറയപ്പെടുന്ന പേജ് ആരംഭിച്ചത് തന്നെ എങ്ങനെയാണ്? ദിസ് യൂണിവേഴ്സ് ഈസ് കോംപ്രിഹെൻസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ സയൻറ്റിഫിക്കൽ ലോ. ഈ സയൻറ്റിഫിക് ലോ എന്ന് പറയുമ്പോൾ ഏതോ വലിയ ഉപ്പാപ്പാടയാന്ന് വിചാരിക്കേണ്ട. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥം, വ്യവസ്ഥാപിതത്വം എന്നാണ് അർത്ഥം. ചിലർ വിചാരിച്ച സയൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ആണെന്നാണ്. എടോ, സയൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അന്വേഷിച്ചു കണ്ടെത്താനുള്ള മനുഷ്യവ്യഗ്രതയെ എന്നു തുടങ്ങി വച്ചിട്ടുണ്ടോ അതൊക്കെ ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് പിന്നെ H2O, 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂടിച്ചേർന്നതാണ് വെള്ളം. അത് മലയാളത്തിലെ വെള്ളം മാത്രമല്ല, അമേരിക്കയിലെ വെള്ളം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെന്ന് കണ്ടെത്തൽ മാത്രമാണ് ശാസ്ത്രം. അതുണ്ടായിരുന്നു അവിടെ, അത് കണ്ടെത്തിയതാണ് നിന്റെ ആകപ്പാടുള്ള ബുദ്ധി. ആ ആകപ്പാടുള്ള ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ശാസ്ത്രകാരന്മാരൊക്കെ പറയുന്നത് ദ യൂണിവേഴ്സ് ഈസ് കോംപ്രിഹെൻസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ സയൻറ്റിഫിക് ലോ. ദാറ്റ് ഈസ് ടു സേ ഇറ്റ്സ് ബിഹേവിയർ ക്യാൻ ബി മോഡൽഡ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവത്തെയൊക്കെ ഒന്ന് ശരിക്കും പഠിച്ചാൽ അത് മോഡൽ ചെയ്യപ്പെടാൻ പറ്റുന്നതാണ്. ഇതൊക്കെ പറഞ്ഞു ഒരിക്കൽ പരിശുദ്ധ ഖുർആൻ ഒന്നും ഒന്നിനെയും ജയിക്കാത്ത വിധമുള്ള പാരസ്പര്യമാണ് പ്രപഞ്ചം. സുബ്ഹാന ജല്ല ജലാലു. സൂര്യൻ ചന്ദ്രനെ മറികടക്കാത്ത, രാവ് പകലിനെ മറികടക്കാത്ത, എല്ലാത്തിൻ്റെയും നിശ്ചിതമായ ഒരു കണക്ക്, ഒരു ഹിസാബ്, ഒരു മീസാൻ. ആ മീസാനിൻ്റെയും കണക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ ഏതും അതിൻ്റെ ചലനങ്ങളുടെ, അതിൻ്റെ നിശ്ചലനങ്ങളുടെ സ്വഭാവം. അതിനൊരു ഭ്രമണപഥമുണ്ടെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞത് ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ മനുഷ്യരെ, ഈ പ്രപഞ്ചത്തെയും നിന്നെയും സംവിധാനിച്ച ഒരു പ്രകൃതിയുടെ ഒരു നിയമമുണ്ടട്ടോ, ആ നിയമത്തെ അനുസരിച്ച് പോകണേ. ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിയമത്തെ ലംഘിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ പ്രകൃതിയുടെ നിയമത്തെ നിങ്ങൾ തബ്ദീൽ ചെയ്യാൻ പോകരുത്. ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫതറന്നാസ അലൈഹ, ജനങ്ങളെ മുഴുവനും സൃഷ്ടിച്ചത് ആ പ്രകൃതിയിലാണ്. എന്നിട്ട് അള്ളാഹു അതിന് പറഞ്ഞ പേരെന്താ അറിയോ? ദാലിക ദീനുൽ ഖയ്യിം, അതാണോ മതം, അതാണ് മതം. അദ്ദീനുൽ ഖയ്യിം, അതാണ് മതം. അപ്പോൾ ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ എന്ന് പറയുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവനാണ് സത്യവിശ്വാസി. അപ്പോൾ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വരുമ്പോഴും അവരുടെ മനസ്സിലുണ്ടായി തീരുന്നത് ഇതാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാദുരന്തങ്ങളുടെ മുമ്പിലും അയാൾ അങ്ങനെ പറയും, മഹാദുരന്തങ്ങളുടെ മുമ്പിലും അയാൾ അങ്ങനെ ക്ഷമിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദുരന്തങ്ങളൊക്കെ വന്നോട്ടെ എന്നല്ല, വരാതിരിക്കാൻ വേണ്ടിയുള്ള ദുആയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ, മഹാപരീക്ഷണങ്ങളിലേക്ക് പോകാത്ത വിധം അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ.
പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സങ്ങനെയാണെങ്കിൽ കൂടി ദുരന്തങ്ങൾ വരുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ നിലക്ക് പരീക്ഷിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ അവിടെയും ക്ഷമിച്ചവനാണവൻ, അവിടെയും ക്ഷമിക്കുന്നവനാണവൻ. മഹാദുരന്തങ്ങളുടെ മുമ്പിലും ക്ഷമിക്കാൻ സാധിക്കുന്നു. അത് മുഅ്മിന് മാത്രം പറ്റിയൊരു പണിയും കൂടിയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം റാസി റഹ്മഹുല്ലാ തങ്ങൾ പറയുന്നുണ്ട്, ചിലപ്പോൾ റഹ്മത്ത് എന്ന് പറയുന്നതിന് ഈ ഒരു കാലവുമായി മാത്രം ബന്ധിതമായി കാണണ്ട, അത് മറ്റൊരു കാലത്തേക്കാണ്. ഏതുപോലെ ഒരു കുഞ്ഞിന് വാപ്പ ചിലപ്പോൾ അവൻ്റെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ഇനിയൊരു വലിയ മഹാരോഗം വന്നു, രോഗത്തിനൊരു സർജറി വേണ്ടി വന്നു, ആ സർജറിക്ക് വേണ്ടി അയാൾ പോയി കാശെടുക്കും. പക്ഷെ മോൻ എന്താ ചിന്തിക്കുക, ഈ വാപ്പ എന്ത് ക്രൂരനാണ്, അതിനേക്കാൾ അപ്പുറം ആ സർജൻ എത്രയ്ക്ക് അതിനേക്കാൾ വലിയ ക്രൂരനല്ലേ, എന്നെ വെട്ടിപ്പൊളിക്കല്ലേ, അതിന് ഫീസ് കൊടുത്തതോ ഈ വാപ്പയും. പക്ഷേ ഒടുക്കം എന്താ സംഭവിക്കുക, ഈ മകന് വേണ്ടിയുള്ള ഒരു വല്ലാത്ത നേർച്ചയാണ് ആ മനുഷ്യൻ ചെയ്തത്. അയാൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ആ കുഞ്ഞ് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു പോരുന്നത്. എന്ന പോലെയാണ് റഹ്മത്തിൻ്റെ ആഴം തിരിച്ചറിയാത്തയാൾ ഈ വാപ്പയുടെയും കുട്ടിയുടെയും ഉദാഹരണം പോലെയാകുന്നു എന്ന് മഹാനായ ഇമാം റാസി റഹ്മഹുല്ലാ ഈ വാപ്പയുടെയും കുട്ടിയുടെ ഉദാഹരണം പോലെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെന്നും സൈനബ് റളിയല്ലാഹു അൻഹയെന്നും 2 റിപ്പോർട്ടുകളിൽ കാണാം. ഇങ്ങനെയൊക്കെ ചിലർ ഈ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങളെ മാത്രമല്ല ഈ വലിയ ദുരന്തങ്ങളെയും ഞങ്ങൾ സഹിച്ചു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അങ്ങനെ പറയുന്നയാൾക്ക് അപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ വലുതു ചിലപ്പോൾ കിട്ടിയേക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അബൂ സലമയാണ് ആ ഹദീസ് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ അബൂ സലമ മരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചവനെ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അബൂ സലമ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്യമായിരുന്ന ഒരു മനുഷ്യനാണ്, പക്ഷേ അബൂ സലമയേക്കാളും വലിയൊരു ജീവിതം എനിക്ക് കിട്ടോ? എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, അതെ എനിക്കുണ്ടായി, പുണ്യനബിയായിരുന്നു പിന്നെ എന്നെ വിവാഹം ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ടാണ് ആയിഷ ബീവി പറഞ്ഞ ഈ ഹദീസ് കൂടി ഞാൻ പറയാൻ, അനുഹുലക്കു വഫീന സ്വാലിഹൂൻ, നബിയെ നമ്മളൊക്കെ നശിപ്പിക്കപ്പെടുമോ? അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, സ്വാലിഹീങ്ങളുള്ളപ്പോഴും സ്വാലിഹീങ്ങളും കൂടി. അപ്പോൾ റസൂൽ പറയുന്നുണ്ട്, അധാർമികത കൂടിയാൽ അതൊക്കെ സംഭവിക്കാം. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടത് ധാർമ്മികതയുടെ സുവ്യവസ്ഥാപിതമായൊരു ഇസ്ലാമികമായിട്ടുള്ള ആശയത്തിലാണെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പാഠങ്ങൾ ഇതിൻ്റെയൊക്കെ കൂടെയുണ്ട്. എന്നാലോ ഈ ദുരിതങ്ങളുടെ യാത്ര ചെയ്തു പോയ കണ്ണുനീർ കയങ്ങളിൽ മുങ്ങിപ്പോയിട്ടുള്ള ആ മനുഷ്യർക്ക് വേണ്ടിയോ നമ്മൾ ചേർന്നു നിൽക്കുകയും വേണം. അവരൊക്കെ അവരാരായാലും, അവർ മനുഷ്യരായാൽ, അവർ സഹജീവികൾ പോലുമായാൽ, അതിലെ നായയായാലും പൂച്ചയായാലും എന്തിനോടും മനുഷ്യൻ്റെ സഹജമായൊരു വികാരമായ കാരുണ്യം പെയ്യണം. അപ്പോൾ ചേർന്നു നിൽക്കണം. ചേർന്നു നിന്നുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ മുഅ്മിനീങ്ങളെ നമ്മൾ മറ്റൊന്നിനെയും കൂടാത്ത ഭേദാതീതമായൊരു കാരുണ്യത്തിൻ്റെ പ്രഹർഷവും പ്രവാഹവുമായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റഹ്മാനായ റബ്ബ് വലിയ വലിയ ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കാൻ, യുദ്ധങ്ങൾ, ഇനി എപ്പോഴാണ് ഒരു ലോകമഹായുദ്ധം എന്ന് പേടിച്ചു പോകുന്ന അത്ര വലിയ സംഭവങ്ങൾ. ഇറാൻ ആ ഒരു രാജ്യത്തെ പരിഹസിക്കുന്ന വിധമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തു വെച്ച ഒരു കാര്യം. തൻ്റെ മക്കളെയും കുടുംബ ബന്ധങ്ങളെയും എല്ലാം തകർത്തെറിയപ്പെട്ടിട്ട് പോലും ഇല്ല, പലസ്തീൻ്റെ മോചനം വരെയും ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ ഇസ്മായിൽ ഹനിയയെ ഞാൻ ഓർക്കാണ്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗീയ ലോകം കൊടുക്കുമാറാകട്ടെ. ആ കുഞ്ഞുങ്ങൾക്കും അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തെ നമുക്കൊക്കെ വേദനയുണ്ടാക്കിയ, സഹിക്കാനാവാത്ത അസഹ്യമായ വേദനയുണ്ടാക്കിയ ആ ജീവിതങ്ങൾക്ക് അള്ളാഹു, ജീവിക്കുന്നവർക്ക് അള്ളാഹു ഇനിയും ഒരു പുനരധിവാസം എന്നത് അള്ളാഹു സാധ്യമാക്കി കൊടുക്കട്ടെ. അവരുടെ മനസ്സിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ക്ഷമയിൽ നിലനിർത്തട്ടെ. എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കും, അവിടുത്തെ അനുഭവങ്ങൾ പറയാൻ, തിരിച്ചൊന്നും പറയാൻ കഴിയാറില്ല. സത്യം, ചിലർ അങ്ങനെ കരഞ്ഞ് അവസാനം ആ വാക്കുകൾ മുറിഞ്ഞ് ആ ഫോൺ അവസാനിപ്പിച്ച് വയ്ക്കും. തിരിച്ചു പറയാൻ കഴിയുന്നില്ല, അവർക്കും ഒന്നും പറയാനാവുന്നില്ല. അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ അള്ളാഹുവേ ഇനിയും മഹാദുരന്തങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതേ അള്ളാഹ്. ആ സമൂഹത്തെ നമ്മൾ കൈപിടിക്കണം. ആ കൈപിടിക്കാൻ വേണ്ടി സംഘടനകൾ, സമുദായ നേതൃത്വം എല്ലാവരും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ്റുകൾ തീർച്ചയായും എല്ലാത്തിനെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ സേനാംഗങ്ങൾ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ, വൈറ്റ് ഗാർഡ്, വിഖായ, ഞാനത് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായ ചില ബന്ധങ്ങളുണ്ട്. കഴിഞ്ഞ 25ാം വാർഷികം SKSSFൻ്റെ ആ സമയത്ത് ഇങ്ങനൊരു പ്രവർത്തനത്തിന്, സന്നദ്ധ സേവനത്തിന് ഒരു പറ്റം ചെറുപ്പക്കാരെ തീർച്ചയായും സമൂഹത്തിന് നൽകണമെന്ന ആഗ്രഹം, അങ്ങനെ ഒരു വ്യക്തിപരമെന്ന് മാത്രം പറയില്ല, സംഘടനാപരമായ ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ പുഴക്കപ്പാടത്ത് വച്ചാണ് സമർക്കന്തിൽ 25,000-ഓളം വരുന്ന വിഖായ പ്രവർത്തകരെ
അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ലോഞ്ച് ചെയ്തത്. അൽഹംദുലില്ലാ, എത്രയോ ദുരന്തങ്ങളുടെ മുമ്പിൽ ആ കുട്ടികൾ ഒരുപാട് പ്രവർത്തിക്കുന്നു. അതുപോലെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകർ എല്ലാവരും, അവർക്കൊക്കെ മറ്റൊന്നിനേക്കാളും വലുതാണ് അവർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കാര്യമുണ്ട്. അത് ഇവിടത്തെ ജീവിതമല്ല, പാരത്രിക ലോകത്തെ ജീവിതമാണ്. ആ ജീവിതത്തിലേക്കാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അതോടൊപ്പം പ്രധാനമായി വയനാട്ടിലെ ആ ദുരിത മഴയുടെ മുമ്പിൽ അവരെ സഹായിക്കാൻ വേണ്ടി വന്ദ്യരായ പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 10 കോടിക്കപ്പുറത്തേക്ക് പോയിട്ടുള്ളൊരു ദുരിതാശ്വാസ നിധിയുണ്ട്. അതിലേക്ക് ഇവിടെ നിന്നൊരു പിരിവ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കൈത്താങ്ങായി. അതുകൂടി നിങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തി, നിങ്ങൾ പ്രത്യേകം ഈ സ്ഥാപനത്തെയും കൂടി സഹായിക്കണം. സഹായിച്ചവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കട്ടെ. പല ദുആയും ഈ സദസ്സിലിരുന്ന് ചെയ്യുമ്പോൾ വളരെയേറെ അത് അഭിമാനത്തോടെ പറയുമ്പോൾ ഒന്നും അത് ഇന്ന ദുആയിൻ്റെ പ്രത്യേകതയായി പറയല്ല കേട്ടോ. അള്ളാഹു സ്വീകരിക്കുന്നത് മോമിനിങ്ങളുടെ കണ്ണുനീരാണ്. ഇവിടെ ഞാൻ കുറച്ചു മുമ്പ് ബഹുമാന്യനായ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ സയ്യിദ് സാഹിബിൻ്റെ മകൻ്റെ മകൾ സ്ട്രോക്ക് വന്നിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ, അതായത് വെൻറ്റിലേഷൻ കൊടുക്കപ്പെടുന്നൊരവസ്ഥയിൽ വെൻറ്റിലേറ്ററിൽ കിടക്കപ്പെട്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് പോരുന്നുണ്ട്. അതൊക്കെ ഏതോ മനുഷ്യരുടെ ദുആഇൻ്റെ ഫലമാണ്. അങ്ങനെയുള്ള ആളുകൾ ആർത്തു നിലവിളിക്കുമ്പോൾ നമ്മൾ ദുആർക്കാറുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതൊക്കെ മനുഷ്യൻ്റെ സഹായങ്ങളുടെ ഒരു സ്വീകരണമാണെന്ന് ബോധ്യത്തോടു കൂടെ ഈ സ്ഥാപനത്തെയും കൂടി നിങ്ങൾ സഹായിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.